ലിയോ മെസ്സിയെക്കുറിച്ചാണ്. കിരീടങ്ങൾ ആവാഹിച്ചവന് എല്ലാം നേടിയവനെന്ന് കൂടി വാദമുണ്ട്. എന്നാൽ അതിനർത്ഥം ഇനിയൊന്നും നേടാൻ പോകുന്നില്ല എന്നല്ല. സർവ്വസീമയും ലംഘിച്ച് സകലരുടെയും സ്വപ്നങ്ങൾ വീണുടഞ്ഞ ഖത്തറിൽ അവസാനം മുതിച്ച് നിന്ന ആൽബസ്റ്റലസിൻ രാജാവിന് ശേഷം യൂറോപ്പിലെ കളിമൈതാനങ്ങളോട് അയാൾ യാത്ര പറയുന്നുണ്ട്. അത്രയും കാലം മുൾക്കിരീടം ചൂടി മുറിവേൽക്കപ്പെട്ട തൻ്റെ ശരീരത്തിനും മനസ്സിനും ഒരു വിശ്രമം വേണമെന്ന് അയാളും കരുതി കാണണം. അയാൾ മറ്റൊരു വേൾഡ് കപ്പ് വേദിയിലേക്ക് ഇനി ഒരിക്കൽ കൂടി വരില്ല എന്ന് പോലും ഒരു നിമിഷം ലോകർ ചിന്തിച്ച് കാണണം. പക്ഷേ ചരിത്രത്തിലേക്ക് ഓരോ താളുകളും കൂട്ടിച്ചേർക്കുമ്പോഴും പ്രായം 38 ഭേദിച്ച് കടന്നു പോകുമ്പോഴും അയാളുടെ കാലിൽ പന്തങ്ങനെ മെരുങ്ങി കിടക്കുക തന്നെയാണ്. ഈ ഫുട്ബോൾ ലോകത്ത് ആരിനാലും തീർക്കാൻ സാധിക്കാത്ത 1300 ഗോൾ കോൺട്രിബ്യൂഷൻ എന്ന റെക്കോർഡ് സൂചിപ്പിക്കുന്നതും മെസ്സി എന്നത് ഇന്നേ വരെ കാൽപന്ത് ലോകം കണ്ടു തീർത്ത കേവലം ചില കളിക്കാരിൽ പെട്ടവനല്ല എന്ന് തന്നെയാണ്. അത്ഭുതങ്ങൾ അണയാത്ത അമാനുഷികൻ എന്നർത്ഥം. ഞാനിന്നും ഓർക്കുന്നുണ്ട്, ചതിയെന്നും വഞ്ചകനെന്നും വിളിച്ച് അർജന്റീനിയൻ ആരാധകർ തന്നെ ലിയോയെ വിമർശിച്ചു കൊണ്ടിരുന്ന ആളുകൾ. എന്നാൽ അതേ ജനതയ്ക്ക് വേണ്ടി സർവ്വം നേടി അതേ ആൾക്കൂട്ടത്തിൻ്റെ രാജാവായ കഥയായിരുന്നു പിന്നീട് നടന്നത്. നിരാശയിൽ കിടന്നിരുന്ന അർജന്റീനയുടെ ഒരു കാലഘട്ടത്തെ ഉയർത്തെഴുന്നേൽപ്പിച്ചവൻ എന്നാണ് ചരിത്രം. അതേ മനുഷ്യൻ ഇന്റർ മിയാമിയിലും അതുതന്നെ ആവർത്തിക്കുകയായിരുന്നു. കരിയർ വെക്കേഷൻ ആഘോഷിക്കാൻ പോകുന്ന കൂട്ടത്തിൽ അവരുടെ സ്വപ്നം തൻ്റേത് കൂടിയായി ഏറ്റെടുക്കുന്നുണ്ട് അയാൾ. ആ ലീഗിലെ മോശം ടീമിനെ ടോപ്പിലേക്ക് എത്തിക്കുന്നു, ഷീൽഡും കിരീടങ്ങളും നേടിക്കൊടുക്കുന്നു. ഇന്നിതാ മറ്റൊരു ഫൈനൽ വേദിയിലേക്ക് കൂടി കൈപിടിച്ചാനയിക്കുന്നു. ഇയാൾക്ക് പ്രായം കൂടുന്തോറും വീര്യം കൂടുന്നുണ്ടോ എന്നൊരു ചോദ്യമുണ്ട് ഈ നാട്ടിലാകെ. അതിനുത്തരം മെസ്സിയും അയാളുടെ അനശ്വരതയ്ക്കും അവസാനമില്ല എന്ന് തന്നെയാണ്. ആ സ്റ്റൈലും മഴകും അയാളെ ഇപ്പോഴും വിട്ടുപോയിട്ടുമില്ല. അതുകൊണ്ട് തന്നെ മറ്റൊരു വേൾഡ് കപ്പ് വേദിയിലേക്ക് കൂടി പഴയ മെസ്സി തന്നെയായിട്ടാണ് അയാൾ വരാൻ തീരുമാനിച്ചിരിക്കുന്നതെങ്കിൽ പല ചരിത്രങ്ങളും തിരുത്തി എഴുതേണ്ടി തന്നെ വരും.